സംസ്ഥാനത്തെ ജയിലുകളിലെ തടവുകാരുടെ ദിവസവേതനം വർദ്ധിപ്പിച്ചെന്ന വിഷയമാണല്ലോ ഇപ്പോഴത്തെ ചർച്ച. ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ പല വിധത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ്. ആശമാരെക്കാൾ വേതനം തടവുകാർക്ക്, തൊഴിലുറപ്പ് തൊഴിലാളികളെക്കാൾ കൂലി കുറ്റവാളികൾക്ക്, കശുവണ്ടി തൊഴിലാളികളെക്കാൾ പണം ലഭിക്കുന്നത് ജയിൽ പുള്ളികൾക്ക്. ഇങ്ങനെ പല തരത്തിലുള്ള വ്യാജ വാർത്തകൾ അടിച്ചിറക്കുന്നുണ്ട് മാധ്യമങ്ങൾ. ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും കേരളത്തിലെ സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് വേതനം വർദ്ധിപ്പിക്കുന്നതെന്ന്. എന്നാൽ എന്താണ് വസ്തുത? ഈ വേതന വർധന നടപ്പിലാക്കിയത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. സാങ്കേതികമായി സംസ്ഥാന സർക്കാരാണ് വർധന നടപ്പാക്കിയതെന്ന് വാദിക്കാമെങ്കിലും രാജ്യത്തെ പരമോന്നത കോടതിയുടെ വിധി എങ്ങനെയാണ് ഒരു സർക്കാരിന് നടപ്പാക്കാനാകില്ല എന്ന് പറയാൻ സാധിക്കുക? എല്ലാ തടവുകാർക്കും ന്യായമായ വേതനം നൽകണമെന്ന് ഭരണഘടനാപരമായ തത്വമാണെന്നതും മാനുഷികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേതനം നിർണ്ണയിക്കണമെന്നും സുപ്രീം കോടതി വിധിയിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തടവുകാരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനും ശിക്ഷാ കാലാവധി കഴിഞ്ഞ ശേഷം അവർക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള സമ്പാദ്യം ഉറപ്പുവരുത്തുന്നതിനും വർധന അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടി ജയിൽ മേധാവി സർക്കാരിന് ശുപാർശയും നൽകി. ഇതുമാത്രമല്ല കോടതിയുടെ ഉത്തരവ്. പുതിയ ഉത്തരവ് പ്രകാരം 6 വ്യത്യസ്ത വേതനമുണ്ടായത് വിദഗ്ധ തൊഴിൽ, അർദ്ധവിദഗ്ധ തൊഴിൽ, അവിദഗ്ധ തൊഴിൽ എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി ഏകീകരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലാണ് ഏറ്റവും കൂടുതൽ ജയിൽ വേതനം നൽകുന്നത്. ജാർഖണ്ഡ്, തമിഴ്നാട്, ന്യൂഡൽഹി തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജയിൽ വേതനം വളരെ കുറവായിരുന്നു. ഇതാണ് നിയമ നടപടികളിലേക്ക് നയിച്ചതും സുപ്രീം കോടതി വിധിയായി വന്നതും. ഇത് വെറുതെ കൊടുക്കുകയാണെന്ന് വേറൊരു നുണ. ഒരിക്കലുമല്ല. ജോലി ചെയ്യുന്ന തടവുകാർക്കാണ് ഈ കൂലി നൽകുന്നത്. അത് തന്നെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ജോലി നിർബന്ധമുള്ളത്. മറ്റ് തടവുകാർക്ക് വേണമെങ്കിൽ ജോലി എടുക്കാമെന്ന് മാത്രം. തടവുകാരാണെങ്കിലും ജോലി ചെയ്താൽ കൂലി കൊടുക്കണമെന്നുള്ളത് ലോകത്തെവിടെയുമുള്ള രീതിയാണ്. ഇനി നമ്മുടെ എല്ലാം നികുതി പണം എടുത്ത് തടവുകാർക്ക് നൽകുകയാണോ? അല്ലേ അല്ല. തടവുകാർ ജോലി ചെയ്തുണ്ടാക്കുന്ന ഉത്പന്നങ്ങൾ വിൽപ്പന നടത്തിയും മറ്റുമാണ് ഈ തുക കണ്ടെത്തുന്നത്. ഉദാഹരണത്തിന് ജയിൽ വകുപ്പിന്റെ ചപ്പാത്തി, ചിക്കൻ കറികൾ, ബീഫ് തുടങ്ങിയ ഭക്ഷ്യോത്പന്നങ്ങൾ ഇപ്പോൾ വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജയിലിൽ ഉണ്ടാക്കുന്ന ഫർണിച്ചറുകളും ഇങ്ങനെ വിൽപ്പന നടത്തുന്നു. ഈ രീതിയിലെല്ലാമാണ് വേതനം കണ്ടെത്തുന്നത്. പിന്നെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കും പോലെ ഈ കൂലി മുഴുവനായും തടവുകാരന്റെ കയ്യിൽ കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല. കോടതി വിധിയുടെ ഭാഗമായ പിഴ, കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം, ജയിൽ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിശ്ചയിച്ച വിഹിതം എന്നിവ എടുക്കും. ബാക്കി വരുന്ന തുക നിർബന്ധിത സമ്പാദ്യമായി സൂക്ഷിച്ചു വയ്ക്കും. ഈ തടവുപുള്ളി ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ മാത്രം കൊടുക്കുകയും ചെയ്യും. അതായത് ഒരാൾക്ക് ഒരു ദിവസം 100 രൂപ കിട്ടിയാൽ 30 രൂപ ഇരകൾക്ക്, ബാക്കി 70 രൂപയിൽ 17.5 രൂപ ഭക്ഷണത്തിന്, ബാക്കി 35 വീട്ടിലേക്ക് അയക്കും, ബാക്കി 17.5 രൂപ സേവിങ്സിലേക്കും. ഇതിനെയാണ് ഇപ്പോൾ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വലിയ പ്ലാനിങ്ങിൽ വ്യാജ വാർത്ത പടച്ചുവിടുന്നത്.